കാസർഗോഡ് കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ കടൽ ഭിത്തി നിർമ്മിക്കാൻ തീരുമാനം. കടലേറ്റം തടയാനുള്ള ജോലികൾക്കായി 50 ലക്ഷം രൂപ വകയിരുത്തും. കോട്ടിക്കുളം, അജാനൂർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളാണ് കടലെടുത്തത്. ന്യൂസ് 18 ഇംപാക്ട്. രൂക്ഷമായ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്ന കോട്ടിക്കുളം കടപ്പുറത്തു നിന്നുള്ള കാഴ്ചയാണിത്. കഴിഞ്ഞ വർഷത്തിലാണ് കെട്ടിടം കടലെടുത്തത്. നിരവധി വീടുകളാണ് ഇവിടെ കടലെടുത്തത്. 100ഓളം വീടുകൾ കടലാക്രമണ ഭീഷണിയിലുമാണ്. കടൽ കരയിലേക്ക് കയറിയതിനെ തുടർന്ന് ഇവിടെ സംസ്ഥാന പാതയും കടലും തമ്മിൽ ദൂരം 10 മീറ്റർ മാത്രമായി ചുരുങ്ങി. നൂർ കടപ്പുറത്തും സ്ഥിതി സമാനമാണ്. കടലാക്രമണത്തിൽ തീരദേശ റോഡിന്റെ ഒരു ഭാഗം തകർന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. തൃക്കണ്ണാട് കോട്ടിക്കുളം തീരസംരക്ഷണത്തിനായി ആദ്യഘട്ടം എന്ന നിലയിൽ 25 ലക്ഷം രൂപയാണ് അനുവദിക്കുക. ഇത് സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ തീരദേശവാസികൾക്ക് ഉറപ്പു നൽകി. എസ്റ്റിമേറ്റ് അംഗീകരിച്ചു കിട്ടിയാൽ കൊട്ടേഷൻ വിളിച്ച് നടപടി വേഗത്തിലാക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ 25 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. ഇവിടെ കടലേറ്റത്തിൽ നിരവധി വീടുകൾക്കും മീനിറക്ക് കേന്ദ്രത്തിനും ഭീഷണിയുണ്ട്. 500 മീറ്ററിൽ കടൽഭിത്തി പൂർണ്ണമായും തകർന്ന ഇവിടെ മീനിറക്ക് കേന്ദ്രത്തിലേക്കുള്ള റോഡും ഇല്ലാതായി. നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് തന്നെ ഏകദേശം ഈ ചെറിയ ഒരു ഏരിയയിൽ തന്നെ 50ഓളം വീടുകൾ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ 50ഓളം വീടുകൾ കടൽ കയറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കാലത്തും അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അത് 100% ഉറപ്പാണ്. അതിനൊരു പരിഹാരമാണ് ഈ സമൂഹത്തിന് വേണ്ടത്. ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് ചെന്ന് വീണ്ടും ഇതുപോലെയുള്ള അവസ്ഥകളാണ്. ഓരോ പല ഭാഗത്തുള്ള കടൽ ഭിത്തികളും തകർന്നു കിടക്കുകയാണ്. കാഞ്ഞങ്ങാട് കടപ്പുറത്ത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കടലേറ്റം തടയാനായി പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഇതിനാണ് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയത്. ന്യൂസ് 18 കാസർഗോഡ്.